നമസ്കാരം. ലഗ്നാധിപൻ നീചത്തിലായിപ്പോയ 12-ലുമായിപ്പോയ ബലക്കുറവില്ല എന്ന ഒരു രീതിയിൽ നിൽക്കുന്ന ഒരു ഗ്രഹനില നമുക്ക് പരിചയപ്പെടാം. നമുക്കറിയാമല്ലോ, ഒരു ഗ്രഹനിലയിലെ ബലം നോക്കുക. ആദ്യം ലഗ്നത്തിനും ലഗ്നാധിപനും ബലമുണ്ടോ എന്നാ പരിശോധിക്കപ്പെടുക. പിന്നെ രവിചന്ദ്രന്മാരുടെ ബലം, മറ്റ് സംഗതികളൊക്കെ. നമുക്ക് ഈ ഗ്രഹനില ഒന്ന് നോക്കാം. തുലാലഗ്നം, 2-ൽ സർപ്പനും മാന്തിയും, 5-ൽ ചന്ദ്രൻ, 8-ൽ ശിഖി, 9-ൽ ആരുമില്ല, 10-ൽ കർക്കിടകത്തിൽ രവി കുജൻ ഗുരു, 11-ൽ ബുധനും ശനിയും, 12-ൽ ലഗ്നാധിപനായ ശുക്രൻ. ഇതാണ് കാലാവസ്ഥ. ഭാവാൽ ഗ്രഹങ്ങൾക്ക് മാറ്റമൊന്നുമില്ല. ലഗ്നാധിപൻ 12-ലെന്ന് മാത്രവുമല്ല, ഈ ഗ്രഹനിലയിൽ നീചത്തിലുമാണ്. രണ്ടിൽ മാന്തിയും സർപ്പവും. മാന്തിയും സർപ്പവും 2-ൽ. രണ്ടാം ഭാവപതി എവിടെ? നീചരാശി. വിദ്യാഭ്യാസത്തിന് ബുദ്ധിമുട്ടനുഭവപ്പെടാമോ? ബാക്കി ഗ്രഹവിന്യാസം കുഴപ്പമില്ല. ഈ ഗ്രഹനില ഫാദർ ഓഫ് ദ സ്പേസ് ഇന്ത്യൻ പ്രോഗ്രാം എന്ന പേരിൽ അറിയപ്പെടുന്ന 1919-ൽ അഹമ്മദാബാദിൽ ജനിച്ചു വീണ വിക്രം സാരാഭായി എന്ന ബഹിരാകാശ പര്യവേഷണ സംഗതികളുമായി വളരെ ഉന്നതങ്ങളായ തലങ്ങളിൽ പ്രവർത്തിച്ചിട്ടുള്ള, മാനവരാശിക്ക് ഭാവി കാലത്തിലേക്ക് വേണ്ടി ബഹിരാകാശ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നിരവധിയായ സംഭാവനകൾ നൽകിയ ആളാണ് വിക്രം സാരാഭായി. അപ്പോൾ ഈ മേഖലകളിലേക്ക് അദ്ദേഹത്തിന് എത്തപ്പെടാനും അദ്ദേഹത്തിന് തൻ്റെ ജീവിതം സാർത്ഥകമാക്കാൻ കഴിയും എന്നുള്ള ഒരു സൂചന ഈ ഗ്രഹനിലയിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുമോ? അതിനുള്ള വല്ല ഗുണങ്ങളും ഈ ഗ്രഹനിലയിൽ ഉണ്ടോ, സൂചന തരുന്നുണ്ടോ? നമ്മൾ ആദ്യമേ നോക്കിയപ്പോഴത്തേക്കും ലഗ്നാധിപൻ നീചത്തിൽ 12. ഒരു ഗ്രഹം നീചത്തിലോ 12-ലോ നിന്നു എന്ന കാരണം ഏത് ഗ്രഹമായാലും അയാളുടെ ജീവിതം പോക്കായി മാറുമോ? അതാണ് ജ്യോതിഷത്തിൽ ഒരു കാര്യം വെച്ച് ഒരു കാരണത്തെയും അളക്കരുത്. പല സംഗതികളും കൂട്ടി വച്ചിട്ട് വേണം ഒരു സംഗതി എന്താണെന്ന് നോക്കാൻ. നമുക്ക് നോക്കാം 2-ലേക്ക്. 2ആണല്ലോ ആദ്യം നോക്കേണ്ടത്. ഇവിടെ സർപ്പനും മാന്തിയും നിൽക്കുന്നു. പ്രത്യേകിച്ച് മാന്തി എവിടെ കണ്ടാലും ആളുകൾക്ക് പേടിയാണ്. പേടിക്കരുത്. മാന്തി എവിടെയെങ്കിലും നിന്നോട്ടെ. ആ ഒരു സംഗതി ഗ്രഹമല്ല, എവിടെയും നിന്നോട്ടെ. മാന്തിയെയും രാഹു കേതുക്കളെയും മറന്നു കളയുക. മറക്കാൻ കഴിയുന്നില്ല എങ്കിൽ ഈ കോളത്തൊന്ന് ഒഴിവാക്കുക. പക്ഷേ ഇവറ്റകളെ പ്രശ്നത്തിൽ വേണം. നമുക്കിതിൽ വേണ്ട. ഇനി അങ്ങോട്ട് ചിന്തിക്കാം. 2-ല് മാന്തിയുടെയും സായുടെയും അക്ഷരങ്ങൾ കിടന്നാൽ നമുക്കൊരു ഇറിറ്റേഷൻ ഉണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ വായിച്ചത്. 2-ലേക്ക് നോക്കിയപ്പോൾ അവിടെ 2 ശൂന്യം. പിന്നെ നമ്മൾ എവിടെ തേടി പോകണം? 2-ാം ഭാവപതിയുടെ അന്വേഷണത്തിലേക്ക് പോകണം. വിദ്യാകാരകനായ ബുധനെ അന്വേഷിക്കണം. 2-ാം ഭാവപതി കുജൻ തൻ്റെ നീചരാശിയിൽ, നീചത്തിൽ ഒരു ഗ്രഹമായി പോയി എന്ന് പറഞ്ഞ് ആ ഗ്രഹം സൂചിപ്പിക്കുന്ന കാര്യങ്ങളുടെ കാരകത്വത്തിന് കുറവ് വരുമോ? നീചത്വം ഒരല്പ ബലക്കുറവ് വന്നാലും ആ ബലക്കുറവ് പരിഹരിക്കപ്പെടേണ്ട എന്തെങ്കിലും സംഗതി അവിടെ ഉണ്ടാകുമോ? ലഗ്നാധിപനും നീചൻ, 2-ാം ഭാവപതിയും നീചൻ. വിദ്യാഭ്യാസത്തിന് കുഴപ്പം വരുമോ? വരില്ല. കാരണം
ഇവിടെ 10-ൽ ദിക്ബലത്തോടുകൂടി 2ഉം 7ഉം ഭാവപതി, പ്രത്യേകിച്ച് 2ആം ഭാവപതിക്ക് ദിക്ബലം. 11ആം ഭാവപതി ലാഭസ്ഥാനത്തിന്റെ അധിപനും ആയ രവിക്കും 10-ൽ ദിക്ബലം. 2ലേക്ക് 10ൽ നിന്നുകൊണ്ട് ഗുരുവിന്റെ ദൃഷ്ടി. 2ഉം 10ഉമായി അസാധ്യ കണക്ഷൻ. 2ആം ഭാവപതി 10ൽ നിന്നുകൊണ്ട് നിൽക്കുന്ന രാശിയിൽ നിന്ന് 4ലേക്ക് കുജന്റെ ദൃഷ്ടി. 2ന് അസാധ്യ പുഷ്ടിമ പറയണം. 2ഉം 10ഉം തമ്മിലുള്ള ഈ അഭേദ്യമായ ബന്ധം അയാൾ പഠിച്ച സംഗതികൾ തന്നെ. മാത്രമല്ല 2ആം ഭാവപതിയും സാഹസികതയുടെ ആളാണ്. രവിയുമായി യോജിച്ച് 10ൽ നിൽക്കുന്നു. ബഹിരാകാശ പര്യവേഷണം എന്നൊക്കെ പറഞ്ഞാൽ നമ്മളിവിടെ ഇട്ട് ഭൂമിയിൽ നിന്ന് ഈ മണ്ണുമാന്തി കളിക്കും പോലല്ല. അതിന് സാഹസികമായ മനസ്സുണ്ടാകണം. ഈ ഗ്രഹനിലയിൽ തുലാലഗ്നക്കാരന്റെ 4ഉം 5ഉം ഭാവപതിയായ ശനി, നിരന്തരം പണി ചെയ്യാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ശനി ലാഭസ്ഥാനമായ 11ൽ വിദ്യാകാരകനായ ബുധനുമായി യോഗം ചെയ്യുന്നു. 11ൽ ബുധനും ശനിയും തമ്മിൽ യോഗം ചെയ്യുമ്പോൾ മായാപടു എന്നാ പറയുക. ഏത് വാക്കെടുക്കുമെന്ന് പറയാൻ പറ്റില്ല. നല്ലതിനായാലും കൊല്ലാത്തതിനായിരുന്നാലും എന്ന് മാത്രവുമല്ല, പക്ഷിഗ്രഹങ്ങളെന്ന ബുധനെയും ശനിയെയും ഈ ഹ്ലീപഗ്രഹങ്ങളെ പറയുക. പല വിശേഷണങ്ങളുമുണ്ട്. ആൺധർമ്മവും പെൺധർമ്മവും ഒരുമിച്ച് ചേർന്ന 2 ഗ്രഹങ്ങളാണ്. 2 ഗ്രഹങ്ങളുടെയും സൂചനകളിൽ ആൺധർമ്മവും പെൺധർമ്മവും ഉണ്ട്. പക്ഷിഗ്രഹങ്ങളാണ്. വിദേശയാത്ര സൂചിപ്പിക്കുന്ന അല്ലെങ്കിൽ ഈ ആകാശയാത്രകൾ സൂചിപ്പിക്കുന്ന ഗ്രഹങ്ങളാണ്. അത് 11ൽ ഇടം പിടിച്ചിരിക്കുന്നു. 12ഉം യാത്രയുടെ സ്ഥാനങ്ങളാണ്. സാഹസികമായ യാത്രകളുടെ സ്ഥാന 12. ആ 12ലാണ് ലഗ്നാധിപൻ നിൽക്കുക. മറ്റ് എല്ലാ ഗ്രഹങ്ങൾക്കും 12 ദോഷം പറയുമ്പോൾ ശുക്രന് മാത്രം 12 നല്ലത് പറയുന്നു. അതും കൂടെ നമ്മൾ നോക്കണം. പ്രധാനപ്പെട്ട 2 ആഗ്നേയ ഗ്രഹങ്ങൾക്ക് രവിക്കും കുജനും 10ൽ ദിക്ബലത്തോടു കൂടി നിൽക്കുകയും സാഹസികതയുടെ ആളായ കുജൻ ലഗ്നത്തിലേക്ക് ദൃഷ്ടി ചെയ്യുകയും 5ആം ഭാവം മനഭാവം, മനക്കാരകൻ ചന്ദ്രൻ മനഭാവമായ 5ൽ നിൽക്കുമ്പോൾ നോക്കൂ, ശനിയുടെയും ബുധന്റെയും ദൃഷ്ടി. മനോഭാവം എന്ന് പറഞ്ഞാൽ ചാഞ്ചല്യമില്ലാത്ത മനസ്സ് ഉണ്ടാകുമെന്നും അത് ആ പരുവത്തിൽ സാഹസികത ശനിയൊക്കെ അങ്ങനെയും കൂടെയാണ്. ഒരു പണി നിർബന്ധം പ്രേരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ആള് എന്ന് മാത്രമല്ല, ലഗ്നത്തെയും ചന്ദ്രനെയും കുജന് നിൽക്കുന്ന രാശിയിൽ നിന്ന് 8ലോട്ട് ദൃഷ്ടി. കുജന്റെ 8 എന്ന് പറയുമ്പോൾ ഇത് ലഗ്നാൽ 5ആണ്. 5ആം ഭാവം 5ൽ നിൽക്കുന്ന മനക്കാരകനായ ചന്ദ്രൻ സാഹസികതയുടെ കുജൻ ദൃഷ്ടി ചെയ്യുമ്പോൾ ആ മനോഭാവം അയാൾക്ക് കൈവരും. ഇതിൽ ഏറ്റവും ബലവാനായി നിൽക്കുന്ന ഗ്രഹം ഗുരുവാണ്. ഗുരു 10ൽ ഉച്ചനായി അത്യന്തം ബലവാനായി നിന്ന 2ലേക്ക് നോക്കുക. 2ആം ഭാവപതിയുമായി യോഗം ചെയ്തു. ശക്തമായ ഈ സൂചനകൾ എന്ന് മാത്രമല്ല, ലഗ്നത്തിലേക്ക് കുജന്റെ ദൃഷ്ടി മാത്രമല്ല ഉള്ളത്, ലഗ്നത്തിലേക്ക് ശനിയുടെ ദൃഷ്ടിയുമുണ്ട്. ശനിയുടെ ദൃഷ്ടിയും ലഗ്നത്തിലേക്കുണ്ട്. ലഗ്നത്തിന് ബലമുണ്ട്. ലഗ്നാധിപൻ 12ലായി പോയി എന്ന് പറഞ്ഞ് ലഗ്നത്തിന് ബലമില്ല എന്ന് എഴുതി തള്ളരുത്. നമുക്ക് ഇദ്ദേഹത്തിൻ്റെ 7 കൂടെ ഒരല്പം വെറുതെ ഒന്ന് കൗതുകത്തിലേക്ക് വേണ്ടി നോക്കാം. ഏഴാം ഭാവം ശൂന്യം.
ഏഴിലേക്ക് പാപൻ്റെയോ ശുഭൻ്റെയോ ഒരു ബന്ധവുമില്ല. ഏഴാം ഭാവപതി കുജനാണെങ്കിലോ നീചത്തിലും നിൽക്കുകയാണ്. വിവാഹ ജീവിതം എങ്ങനെയായിരിക്കും? പക്ഷേ ഇദ്ദേഹം മൃണാളിനി സാരാഭായിയെ പ്രേമിച്ചാണ് കല്യാണം കഴിച്ചേക്കുന്നത്. അതിൻ്റെ സൂചന നോക്കൂ. ഏഴാം ഭാവപതി ബലവാനായ ഗുരുവിനോട് ലാഭസ്ഥാനമായ 11ാം ഭാവപതി രവിയോടൊക്കെ യോഗം ചെയ്ത് 10ൽ നിന്നുകൊണ്ട് ലഗ്നവുമായി ബന്ധപ്പെടുന്നു. ഏഴാം ഭാവപതിക്ക് ലഗ്നാധിപനുമായി ബന്ധം വന്നിരിക്കുന്നു. അതൊരു സൂചന. അപ്പോൾ ആ കാളം ഒഴിഞ്ഞു കിടക്കുന്നു. അവിടേക്ക് ആരും നോക്കുന്നില്ല, നിൽക്കുന്നില്ല എന്ന് പറഞ്ഞ് ഇയാൾക്ക് ഏഴാം ഭാവം അനുകൂലമല്ല, അനുഭവേദ്യമല്ല എന്ന് പറഞ്ഞ് എഴുതി തള്ളിക്കളയരുത്. ഏഴാം ഭാവപതിക്ക് ഇങ്ങനെ ചില ബന്ധങ്ങളുണ്ടോ എന്നൊക്കെ നോക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ മട്ടിലാണ് ഓരോ ഗ്രഹനിലയെയും നമ്മൾ സമീപിക്കേണ്ടതും പഠിക്കേണ്ടതും. പ്രശസ്തരുടേതാവുമ്പോൾ അതിൻ്റെ കാര്യകാരണങ്ങൾ ആ ഗ്രഹനിലയിൽ വളരെ വ്യക്തതയോടെ ഉണ്ടായിരിക്കുകയും ചെയ്യും. നമുക്ക് പഠിക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യണം എന്ന് വിനീതമായി അപേക്ഷിച്ചുകൊണ്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് നന്ദി.